അന്ന് എന്നെ കളിയാക്കിയവരും എന്നെ കമ്പയർ ചെയ്തവരുടെ മുമ്പിൽ ഞാൻ പ്രൗഡായിട്ടൊരു ദിവസം നിൽക്കും. ഹായ്, ഞാൻ ഫസീഹ. ഞാൻ അരിപ്രന്നാണ് വരുന്നത്. എൻ്റെ മാരേജ് കഴിഞ്ഞതാണ്. എനിക്ക് ഹസ്ബൻഡ് ബിസിനസ്മാൻ ആണ്. എനിക്കൊരു ബേബി ബോയ് ഉണ്ട്. +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത സമയത്ത് എല്ലാവരും പോലെ തന്നെ എനിക്കും നല്ലൊരു കരിയർ സെറ്റ് ചെയ്യണം, നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഒരു 6 മന്തൊക്കെ ആയ സമയത്ത് കൺസീവായി എനിക്ക് ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. 3 years ആയിരുന്നു എൻ്റെ ബ്രേക്ക് വന്നിരുന്നത്. ആ സമയത്ത് ബേബി വരുന്നതിൻ്റെ സന്തോഷം ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കരിയർ എന്താവും, എനിക്കിനി മുന്നോട്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഫിയറും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, പുറത്ത് എവിടെയെങ്കിലും പോകുന്ന സമയത്തോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്ന സമയത്തൊക്കെ എന്നോട് വന്ന് പറയും, നിനക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ, കൂടുതൽ സ്കോർ ഉണ്ടായിട്ടും എനിക്കിപ്പോൾ പഠിക്കാൻ പറ്റിയില്ല, വീട്ടിലിരുന്നു, അങ്ങനെയുള്ള സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സിറ്റുവേഷനൊക്കെ എന്നെ ഭയങ്കരമായിട്ട് ഡൗൺ ആക്കിയിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോടും ഫാദറിനോടും ഒക്കെ കൂടുതലായിട്ട് പറഞ്ഞു എനിക്ക് പഠിക്കാൻ പറ്റാത്ത സങ്കടങ്ങളൊക്കെ. അപ്പോൾ അവരാണ്, ഹസ്ബൻഡ് ഫാദറാണ് എനിക്ക് കൂടുതലായിട്ട് സപ്പോർട്ട് തന്നിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്തത് എനിക്ക് പഠിക്കണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം, നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നുള്ളത്. അങ്ങനെ ഡിസിഷൻ എടുത്ത സമയത്താണ് ഹസ്ബൻഡ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സജസ്റ്റ് ചെയ്തതും അതിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടെന്നും പറഞ്ഞു തന്നത്. ഇപ്പോൾ എൻ്റെ ഡ്രീം ഞാൻ ടെക്സ്റ്റൈൽ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ നല്ലൊരു പൊസിഷനിലെത്തും. അന്ന് എന്നെ കളിയാക്കിയവരും എന്നെ കമ്പയർ ചെയ്തവരുടെ മുമ്പിൽ ഞാൻ പ്രൗഡായിട്ടൊരു ദിവസം നിൽക്കും. എന്നെപ്പോലെ ബ്രേക്ക് വന്ന എല്ലാ ലേഡീസിനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒന്നും അവസാനിച്ചിട്ടില്ല. നിങ്ങളെ ഡ്രീംസ് എവിടെയാണോ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തത് അവിടുന്ന് തന്നെ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക. അതിന് നിങ്ങൾക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഡെക്സ്റ്റാ അക്കാദമി.